ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. ഞാനൊരു 3-4 ദിവസം മുന്നേയും ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ അടിച്ചിറക്കി വിട്ട ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. തൊട്ട് തലേദിവസം ഇവരെടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എല്ലാവരും. ഞാൻ പിന്നെ മനക്കെട്ടില്ലാതെ ഇറങ്ങി വന്നതാണ്. എനിക്ക് മനക്കെട്ടി കുറഞ്ഞു. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ? അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ? ഞാൻ ഇറങ്ങി വന്നാണല്ലോ. ഇവരിറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം. അതുകൊണ്ടായിരിക്കും സിബിനെ പുറത്ത് അവർ വിട്ടതെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് കേട്ടോ. മുക്കിന് മൂലയിൽ ഫ്ലക്സ്, ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ്, ഒരു ക്യാമറ കണ്ട് അപ്പൊ അവിടെ വരുന്ന ഇന്റർവ്യൂ കൊടുക്കും. അപ്പൊ ഇവരുടെ ഭർത്താവും കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം അതില് എന്നെ കുറിച്ച് ഇവര് പരാമർശിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു. അതായത് കഷ്ടപ്പെട്ട് മറുപടി പറയണ്ട കാര്യം എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ, അതിനെ കുറിച്ചൊക്കെ ഇവര് ഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത്, എന്തോ ഇയാൾ സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ ജെയിൻ ചേട്ടാ? വെറുതെ എന്നെ കൊണ്ട് ജെയിൻ ചേട്ടന്റെ കോഴിക്കഥകൾ പറയിപ്പിക്കരുത്. എന്റെ ഉമ്മക്കേരി കൊടുക്കേ എവിടെയാണ് ഒരു ഉമ്മ എന്നേ? ആ അങ്ങനല്ല, അങ്ങനെതാ. പോയോ?